പരിശുദ്ധമായ ദുൽഖഅദ മാസത്തിന്റെ അതിപ്രധാനപ്പെട്ട ദിനത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ എന്നല്ല, ഇപ്പോൾ തന്നെ നമ്മുടെ നാടുകളിൽ പല സ്ഥലത്തും നമ്മുടെ മഹല്ലുകളിലും നമ്മുടെ വീടുകളിലൊക്കെ ഉളഹിയത്ത് അറുക്കുന്ന ആളുകൾ തയ്യാറായി കഴിഞ്ഞു. അവർ ഷെയർ ചേരാനുള്ള പൈസ സ്വരൂപിക്കുകയാണ്. അതുപോലെ തന്നെ ഉളഹിയത്ത് മൃഗങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ വില അന്വേഷിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഉളഹിയത്ത് അറുക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ പറ്റിയ അബദ്ധങ്ങൾ നമുക്കുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഉളഹിയത്ത് അറുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട സുന്നത്തുകൾ, ഉളഹിയത്ത് അറുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഉളഹിയത്ത് സ്ത്രീകൾക്ക് അറുക്കാമോ? അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാമോ? ഉളഹിയത്ത് മാംസം വിൽക്കാൻ പറ്റുമോ? രാത്രി ഉളഹിയത്ത് അറുക്കാമോ? ഒന്നാം പെരുന്നാളിന് അറുക്കാൻ പറ്റിയില്ല, രണ്ടാം പെരുന്നാൾ, മൂന്നാം പെരുന്നാൾ, നാലാം പെരുന്നാൾ അതിനൊക്കെ അറുക്കാമോ എന്നുവരെയാണ് ഉളഹിയത്തിന്റെ സമയം. സുബഹിക്ക് മുമ്പ് ഉളഹിയത്ത് അറുക്കാൻ പറ്റുമോ? തുടങ്ങി ഒരുപാട് സംശയങ്ങൾ. ഇൻഷാ അല്ലാഹ് പരമാവധി സംശയങ്ങൾക്കുള്ള മറുപടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം വരെ കാണണേ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയിൽ നമുക്കതിൻ്റെ മറുപടി പറയാം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നിരവധി ആളുകൾ പല ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് എല്ലാ ദിവസവും പറയാറുണ്ട്. നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമന്റായി എഴുതാറുണ്ട്. പടച്ച തമ്പുരാൻ എല്ലാവർക്കും എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസുലാക്കട്ടെ. വിഷമങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിപാവനമായ ദുൽഖഅദ മാസം, ആ ദുൽഖഅദ മാസത്തിന് വലിയ പ്രത്യേകത ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്ന്, ഹാജിമാരെല്ലാവരും ഹജ്ജിനു വേണ്ടി തയ്യാറാകുന്നു, കഅബയിലേക്ക് എത്തുന്നു, ഹറമുകളിലേക്ക് എത്തുന്നു എന്നതാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഉളഹിയത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന, ഉളഹിയത്ത് മൃഗത്തെ, ബലിമൃഗത്തെ വാങ്ങാനും അതിൻ്റെ ഷെയർ ചേരാനും അതുമായി ബന്ധപ്പെട്ട വിലകൾ നിശ്ചയിക്കാനും അതിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തേണ്ട ഒരു മാസമാണ് ദുൽഖഅദ മാസം. അതിശ്രേഷ്ഠമായ ദുൽഹിജ്ജ മാസം ഇതാ നമ്മുടെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. അതിനു മുമ്പായി നമ്മുടെ മഹല്ലുകളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും ഉളഹിയത്ത് മൃഗങ്ങൾ എത്തിക്കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു തആല എല്ലാ അമലുകളും നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. നമ്മളെല്ലാവരും ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ, അല്ല മരിച്ചു കഴിഞ്ഞും നമ്മളൊക്കെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ്, അല്ലെ? നമ്മുടെ ഉമ്മ നമ്മളെ ഗർഭം ചുമന്ന സമയത്ത് ഉമ്മാടെ വയറ്റിൽ നമ്മൾ യാത്ര ചെയ്തവരാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തോളിൽ, അല്ലെ, ഉമ്മാടെ മടിയിലും വാപ്പയുടെ മടിയിലും ഒക്കെ മടിയിലിരുന്ന് അല്ലെങ്കിൽ അവരുടെ തോളിലിരുന്ന് നമ്മൾ യാത്ര ചെയ്തവരാണ്. പിന്നെ നമ്മൾ കുറച്ച് മുതിർന്നു കഴിയുമ്പോൾ നമ്മൾ സൈക്കിളിലും ബൈക്കിലും കാറിലും ബസ്സിലും ട്രെയിനിലും ഫ്ലൈറ്റിലും കപ്പലിലും ഒക്കെ നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്. അവസാനം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും മയ്യത്ത് എന്ന പേരിൽ അറിയപ്പെട്ട് മയ്യത്ത് കട്ടിൽ അല്ലെങ്കിൽ സന്തോക്ക്, പല രൂപത്തിൽ പല സ്ഥലത്തും പേര് പറയും, ആ മയ്യത്ത് കട്ടിലിൽ ചുമന്നുകൊണ്ട് നമ്മളെ വീട്ടിൽ നിന്നും പള്ളിയിൽ നിന്നും ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകും ആളുകൾ ചുമന്ന്. അതും ഒരു വാഹനമാണ്. ഇനി നമുക്ക് മറ്റൊരു വാഹനം കൂടി കയറേണ്ടതുണ്ട്. അതെപ്പോഴാണെന്നറിയോ? നമ്മളെല്ലാവരും മരണപ്പെട്ട് ഖിയാമത്ത് നാൾ സംഭവിച്ച് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതിയതിനു ശേഷം മരണപ്പെട്ടവരെല്ലാം ജീവിച്ച് ഖബറിൽ നിന്നും പോവുകയാണ് നമ്മൾ മഹ്ശറയിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി. ആ വിചാരണയ്ക്ക് വേണ്ടി പോകുന്ന സമയത്തും അതുപോലെ വിചാരണ കഴിഞ്ഞ് നമ്മൾ അൽഹംദുലില്ലാ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ, നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് പോകുന്നതും ഒരു വാഹനത്തിലാണ്. ആ വാഹനത്തിന്റെ പേരാണ് മർക്കബുൽ ഉദ്ഹിയ്യ, ഉദ്ഹിയ്യത്ത് വാഹനങ്ങൾ അഥവാ ബലിമൃഗങ്ങൾ എന്നുള്ളത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന നിയമങ്ങളാണ്, മസ്അലകളാണ്, അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, എന്തിനാണ് മാലനാ ഫിൽ ഉദ്ഹിയ്യ, ഞങ്ങൾക്ക് ഈ ഉദ്ഹിയ്യത്ത് അറുത്താൽ എന്തു ഗുണമാണുള്ളത്, ഞങ്ങൾ എന്തിനാണ് ഈ ഉദ്ഹിയ്യത്ത് അറുക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്തു അബീക്കും, അത് നിങ്ങളുടെ വാപ്പയാകുന്ന പിതാവാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സുന്നത്താണ്, മില്ലത്താണ്, അവരുടെ ചര്യയാണ്.
ഞങ്ങൾ ഈ ഉദ്ഹിയ്യത്തറുത്താൽ ഞങ്ങൾക്ക് എന്ത് ഗുണമാണ് നബിയെ? ഒരു മൃഗം, ആ മൃഗത്തെ അറുത്തു, അതിന്റെ ഇറച്ചി ഞങ്ങൾ ഭക്ഷിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് ഗുണമാണ്? കുറെ ഇറച്ചി ഭക്ഷിക്കുക എന്നതിലുപരിയായി എന്ത് നേട്ടമാണുള്ളത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ബികുല്ലി ശഅറത്തിൻ ഹസന, ആ ബലിമൃഗത്തിന്റെ ഓരോ രോമത്തിനനുസരിച്ചും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ആ രോമത്തിനനുസരിച്ച് നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. ആ രോമങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ദറജകൾ അല്ലാഹു ഉയർത്തി തരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മൻ ഒരുവൻ, അവൻ എന്ത് ചെയ്തു? സിക്കീൻ, അവന്റെ കത്തി എന്ത് ചെയ്തു? ആ ഉദ്ഹിയ്യത്ത് മൃഗത്തിന്റെ കഴുത്തിൽ വെച്ച് അവൻ ഇങ്ങനെ അറുക്കാൻ തുടങ്ങുന്ന സമയത്ത്, ആ അറുക്കുന്ന സമയത്ത് ആ ഉദ്ഹിയ്യത്ത് മൃഗത്തിന്റെ ആദ്യത്തെ രക്തത്തുള്ളി അത് ഭൂമിയിലേക്ക് വീഴുന്ന സമയം തന്നെ അത് അറുക്കുന്നവന്റെ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം നമുക്ക് വരുന്ന അതിശ്രേഷ്ഠമായ വലിയ പ്രതിഫലം നമുക്ക് തരുന്ന ഒരു സുന്നത്തായ കർമ്മമാണ് ഉദ്ഹിയ്യത്ത്. ഉദ്ഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിധി അടിസ്ഥാനപരമായി അത് സുന്നത്താണ്. പക്ഷേ പല ആളുകളും നേർച്ചയാക്കാറുണ്ട്, ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഞാൻ ഉദ്ഹിയ്യത്ത് അറുക്കാൻ നേർച്ചയാക്കി. അങ്ങനെ നേർച്ചയാക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ആ ഉദ്ഹിയ്യത്ത് അറുക്കൽ നിർബന്ധമാണ്. ഇനി ആർക്കാണ് ഉദ്ഹിയ്യത്ത് അറുക്കൽ സുന്നത്താകുന്നത്? നമ്മൾ ഓരോ മസാലകൾ പഠിക്കുകയാ. ഉദ്ഹിയ്യത്ത് അറുക്കുന്നതിന്റെ വിധി നമ്മൾ പറഞ്ഞു. ഇനി ആർക്കാണ് സുന്നത്താകുന്നത്? പ്രായപൂർത്തിയും ബുദ്ധിയും പെരുന്നാളിന്റെ ദിവസം അവനിക്കും അവൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ അവന്റെ ആശ്രിതർക്കും ആവശ്യമായ വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം ഇതൊക്കെ കഴിച്ച് ഉദ്ഹിയ്യത്ത് അറുക്കാൻ അല്ലെങ്കിൽ ഉദ്ഹിയ്യത്ത് നിർവഹിക്കാൻ ആവശ്യമായ സമ്പത്ത് മിച്ചം വന്നാൽ എല്ലാ മുസ്ലിമീങ്ങൾക്കും സുന്നത്താണ് ഉദ്ഹിയ്യത്ത് അറുക്കൽ. പിന്നെയോ കഴിവുണ്ടായിട്ടും അവൻ ഉദ്ഹിയ്യത്ത് അറുക്കുന്നില്ല. ഒരു മനുഷ്യന് അവനിക്ക് ഈ പ്രാവശ്യം ഒരു 9,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ കൊടുത്ത് ഷെയർ ചേർന്നു, ഉദ്ഹിയ്യത്ത് അറുക്കാൻ അവനിക്ക് കഴിയും, എന്നിട്ടും അവൻ ചെയ്യുന്നില്ല, അവൻ മനഃപൂർവ്വം മാറി നിൽക്കുകയാണെങ്കിൽ പരിശുദ്ധമായ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരണ്ടെന്നാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്. അത്രമാത്രം ഗൗരവമുള്ള ഒരു കാര്യമാണ് ഉദ്ഹിയ്യത്ത്. വർഷത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന അതിപ്രധാനപ്പെട്ട ഒരു സുന്നത്തായ കർമ്മമാണ് ഉദ്ഹിയ്യത്ത്. ഇനി ഉദ്ഹിയ്യത്ത് മൃഗങ്ങൾ ആരാണ് അറുക്കേണ്ടത്? അത് നമ്മൾ പറഞ്ഞു. കഴിവുള്ളവൻ അറുത്താൽ മതി. എല്ലാ വർഷവും കഴിവ് ഒത്തിണങ്ങി വന്നാൽ അവർ അറുക്കണം. പിന്നെ ഉദ്ഹിയ്യത്തിന്റെ വിധി നമ്മൾ പറഞ്ഞു. ഇനി ഉദ്ഹിയ്യത്ത് അറുക്കേണ്ടത് ഏതിലാണ്? കോഴിയെ ഉദ്ഹിയ്യത്ത് അറുക്കാമോ? മുയലിനെ, പ്രാവിനെ, താറാവിനെ അറുക്കാൻ പറ്റുമോ? ഇല്ല. ഉദ്ഹിയ്യത്ത് അറുക്കേണ്ടത് ആട്, മാട്, ഒട്ടകം. ആട് നമ്മുടെ നാട്ടിലുള്ള സാധാരണ കോലാടാണ് നമ്മുടെയൊക്കെ നാടുകളിലുള്ളത്. കോലാട് ആണെങ്കിൽ 2 വയസ്സ് പൂർത്തിയായ ആടാവണം. സാധാരണ നമ്മുടെ നാടുകളിൽ വളരെ വിരളമാണ് നെയ്യാടുണ്ട്. ആ നെയ്യാടാണെങ്കിൽ 1 വയസ്സ് പൂർത്തിയാവണം. അതുപോലെ തന്നെ സാധാരണ നമ്മുടെ നാടുകളിൽ കൂടുതലായി മാടിനെയാണ് ഉദ്ഹിയ്യത്ത് അറുക്കാറുള്ളത്. ഒട്ടകം നമ്മുടെ നാട്ടിൽ സുലഭമല്ല, അതിനറുക്കാറില്ല. നമ്മുടെ നാട്ടിൽ കൂടുതലായി നമ്മൾ പോത്തിനെയാണ് അറുക്കാറുള്ളത്. പോത്താകുമ്പോൾ ആ മാട് വർഗത്തിൽ 2 വയസ്സ് പൂർത്തിയാവണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പല ആളുകളും വയസ്സൊന്നും ശ്രദ്ധിക്കില്ല. 1.5 വയസ്സ്, ഇത് മതി, ആരും അറിയില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പല ആളുകളും വയസ്സ് ശ്രദ്ധിക്കാറില്ല. ഒട്ടകത്തെ അറുക്കുന്നവരാണെങ്കിൽ അത് 5 വയസ്സ് പൂർത്തിയാവണം. ഇനി നമ്മുടെ വീടുകളിൽ വളർത്തുന്ന മൃഗങ്ങളാണെങ്കിൽ നമുക്കതിന്റെ വയസ്സൊക്കെ നമുക്കറിയാൻ പറ്റും. ആടാണെങ്കിലും പോത്താണെങ്കിലും നമുക്കറിയാൻ പറ്റും. 2 വയസ്സ് പൂർത്തിയാവണം. ഇനി വരത്തനായ ഭൂരിഭാഗം നമ്മളൊക്കെ എന്താ ചെയ്യാറ്? പുറത്തു നിന്ന് പോയി ചന്തകളിൽ നിന്നും വില പറഞ്ഞു വാങ്ങിച്ചു കൊണ്ടുവരുന്ന ഉദ്ഹിയ്യത്ത് മൃഗങ്ങളാണ്, മാടുകളാണ്. അപ്പൊ അത് അറവുകാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോത്തുമായി ബന്ധപ്പെട്ട് ആ മൃഗവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിചയമുള്ള ആളുകളോട് ചോദിച്ച് അതിന്റെ വയസ്സ് നമ്മൾ കൃത്യമാക്കണം. എന്നാലേ ഉദ്ഹിയ്യത്തിന്റെ പ്രതിഫലം കിട്ടൂ. ഇല്ലെങ്കിൽ വളരെയധികം നമ്മൾ നഷ്ടത്തിലാണ് പോവുക. വെറുതെ പൈസ പോയി എന്ന് വിചാരിച്ചാൽ മതി. പിന്നെയോ ന്യൂനതയുണ്ടാവാൻ പാടില്ല. ഉദ്ഹിയ്യത്ത് മൃഗം ഏതായാലും അറക്കുമല്ലേ, ഏതെങ്കിലും ഒരു മൃഗത്തെ പിടിച്ച് അറുക്കാം, അങ്ങനെയല്ല. മെലിഞ്ഞ് ഒട്ടിയ മൃഗമാവാൻ പാടില്ല. മാംസം കുറഞ്ഞ് മെലിഞ്ഞ് ഒട്ടിയ മൃഗം അത് ഉദ്ഹിയ്യത്ത് ആവാൻ പാടില്ല. അതുപോലെ തന്നെ ഭ്രാന്തുള്ള ഒരു മൃഗം ഉദ്ഹിയ്യത്ത് മൃഗമാവാൻ പാടില്ല. ചെവിയോ നാവോ അകിടോ വാലോ എന്നിവയിൽ നിന്ന് ഏതെങ്കിലും മുറിക്കപ്പെട്ട മൃഗമാവാൻ പാടില്ല. കാഴ്ചയില്ലാത്ത മൃഗം, അന്ധനായ മൃഗത്തെ ഉദ്ഹിയ്യത്ത് അറുക്കാൻ പാടില്ല. വ്യക്തമായി മുടന്തുള്ളത്, ചട്ടിച്ചട്ടി നടക്കുന്നത്, അതിനെ ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറ്റൂല. ശക്തിയായ രോഗമുള്ളത് അതിനെയും അറുക്കാൻ പാടില്ല. ചൊറി ബാധിച്ചത്, എല്ലൊടിഞ്ഞത്, ജന്മനാ ചെവിയില്ലാത്തത്, അതുപോലെ ഗർഭിണിയായ മൃഗം, ഇതൊന്നും ഉദ്ഹിയ്യത്തിന് പറ്റൂല. അതുപോലെ പല്ലുകൾ മുഴുവനും നഷ്ടപ്പെട്ടത്, അതിനെയും പറ്റില്ല. അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഉദ്ഹിയ്യത്തിന്റെ മൃഗങ്ങളുടെ കാര്യം പറഞ്ഞു. ഇനി ഉദ്ഹിയ്യത്ത് അറുക്കേണ്ട സമയം എപ്പോഴാണ്? പല ആളുകളും മഴയൊക്കെ
സുബഹിക്കല്ലേ നേരത്തെ ഇറച്ചിയുടെ പരിപാടിയൊക്കെ കൊടുത്തു തീർക്കണം, അതുകൊണ്ട് സുബഹിക്ക് മുമ്പേ അറുക്കാം. അത് ഉളഹിയത്താകൂല, അറവാകും, അത് ഉളഹിയത്താവൂല. ഉളഹിയത്ത് ആവണമെങ്കിൽ അതിന്റെ ടൈം പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകളും ചോദിച്ചു, ഉസ്താദ് സുബഹിക്ക് മുമ്പ് അറുത്താൽ വൈകുന്നേരമാകുമ്പോൾ എല്ലാ പരിപാടിയും തീരും. പറ്റൂല. നമ്മുടെ സൗകര്യത്തിനല്ല അറുക്കേണ്ടത്. അള്ളാഹു ഒരു സമയം പറഞ്ഞിട്ടുണ്ട്. എന്താ സമയം? ബലിപെരുന്നാളിന്റെ ദിവസത്തിൽ സൂര്യൻ ഉദിക്കുന്നു പറയാൻ ഏകദേശം ഒരു 6:15 അല്ലെങ്കിൽ ഒരു 6:10 ആകും ഇപ്പോഴത്തെ സമയം അനുസരിച്ച്. എന്നിട്ടോ ആ സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് സൂര്യൻ ഒരു കുന്തത്തോളം ഉദിച്ചു വരും. ആ ഒരു ടൈം കഴിഞ്ഞ് 2 റക്അത്ത് പെരുന്നാൾ നിസ്കാരം, അതുപോലെ ചെറിയ 2 ഖുതുബ, ഈ ഒരു ടൈം കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോൾ നിസ്കാരം പല സ്ഥലത്തും 7 മണിക്കാവാം, ചില സ്ഥലങ്ങളിൽ 6:45 പെരുന്നാൾ നിസ്കാരം ഉണ്ടാകും, 7:15, 7:30 പല സമയങ്ങളിലാണ്. ഏകദേശം ഒരു 7 മണി തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉളഹിയത്ത് അറുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 6:45 ഏകദേശം ആ ഒരു ടൈം മുതൽ നമുക്ക് ഉളഹിയത്ത് അറുത്തു തുടങ്ങാൻ പറ്റും ഈ ഒരു കാലാവസ്ഥയിൽ. അപ്പോൾ ബലിപെരുന്നാളിന്റെ 1-ാമത്തെ ദിവസം ആ ഒരു ടൈം മുതൽ 2-ാം പെരുന്നാൾ, 3-ാം പെരുന്നാൾ, 4-ാം പെരുന്നാൾ, 4-ാം പെരുന്നാളിന്റെ മഗ്രിബ് സമയത്തിനു മുമ്പ് വരെ നമുക്ക് ടൈമുണ്ട്. ദുൽഹിജ്ജ 10, 11, 12, 13 ഈ ദിവസങ്ങളിലായിരിക്കണം ഉളഹിയത്ത് അറുക്കേണ്ടത്. ആദ്യത്തെ പെരുന്നാൾ തന്നെ അറുക്കണമെന്നില്ല. 2-ാം പെരുന്നാളിന് അറുക്കാം, 3-ാം പെരുന്നാളിന് അറുക്കാം, 4-ാം പെരുന്നാളിന് അറുക്കാം. 4-ാം പെരുന്നാളിന്റെ മഗ്രിബിന്റെ ആ ഒരു ടൈം വരെ നമുക്ക് ഉണ്ട്. അപ്പൊ ഇതാണ് സമയം. ഇനി ചില സംശയങ്ങളും അതിന്റെ ഉത്തരങ്ങളും. ഉളഹിയത്ത് അറുത്തവർക്ക്, ഷെയർ ചേർന്നവർക്ക്, ഉളഹിയത്ത് അറുത്ത ആളുകൾ അല്ലെങ്കിൽ ഷെയർ ചേർന്ന ആളുകൾ അവർക്കത് കഴിക്കാമോ? കഴിക്കാം. സുന്നത്തായ ഉളഹിയത്ത് ആണെങ്കിൽ കഴിക്കാം. ഇപ്പൊ നമ്മളൊക്കെ സുന്നത്തായ ഉളഹിയത്താണ് ഭൂരിഭാഗം അറുക്കുന്നത്. പൂർണ്ണമായിട്ടും അവരെടുക്കുകയല്ല, കുറച്ചെടുത്തിട്ട് ബാക്കി മുഴുവനും മറ്റ് സാധുക്കൾക്ക് കൊടുക്കലാണ് വേണ്ടത്. പിന്നെ ഈ ഷെയർ ചേരൽ, അതുമായി ബന്ധപ്പെട്ടൊന്ന് വിശദീകരിക്കാമോ ഉസ്താദെ? ഷെയർ ചേരുക എന്ന് പറഞ്ഞാൽ ആടിൽ ഷെയർ ചേരലില്ല. ആട് ഒരാൾക്ക് പറ്റൂ, ഒരാട് ഉളഹിയത്ത്, അതാണ് ആട്. മാട് ഇനത്തിൽ നമുക്ക് ഉളഹിയത്ത് പറ്റും, ഒട്ടകത്തിലും പറ്റും. ഷെയർ ചേരുക എന്ന് പറഞ്ഞാൽ 7 പേര് ചേർന്നിട്ട് ഒരു മൃഗത്തെ വാങ്ങുക. ഇപ്പോൾ 9,000 രൂപ വെച്ചോ 10,000 രൂപ വെച്ചോ എല്ലാവരും ഇട്ട് നമ്മൾ ആ പൈസ കൊണ്ട് ഒരു മാടിനെ, ഒരു പോത്തിനെ, ഒരു പശുവിനെ അല്ലെങ്കിൽ ഒരു കാളയെ വാങ്ങിച്ച് അറുക്കുക. അത് പറ്റും. അറുക്കുന്ന സമയത്ത് പല ആളുകളും ചോദിക്കുന്നു, ഉസ്താദെ ഇങ്ങനെ ഷെയർ ചേർന്ന് അറുക്കുമ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ്. നമ്മൾ പലപ്പോഴും അത് പറഞ്ഞതാണ്, എന്നാലും സംശയം മാറൂല. ഓരോ പെരുപെരുന്നാൾ വരുമ്പോഴും വീണ്ടും ആ സംശയം ഇങ്ങനെ പൊങ്ങി വരികയാണ്. എന്താ ഒരു സംശയം? അതായത് ഒരു പ്രാവശ്യം ചേർന്നു, പിന്നെ 6 വർഷം കൂടി തുടർച്ചയായി ഷെയർ ചേർന്നാലേ നമുക്ക് ഒരു പോത്തിന്റെ ആ അറുത്ത കൂലി കിട്ടൂ, അങ്ങനെയുണ്ടോ? അങ്ങനെ ഒന്നുമില്ല. ആ പറഞ്ഞത് പൊട്ടത്തരമാണ്. ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരെ തിരുത്തി കൊടുക്കണം. ഒരാൾ ഈ വർഷം അയാൾക്ക് ഒരു 9,000 രൂപ 10,000 രൂപ ഷെയർ ചേരാനുണ്ട്, അയാൾ ഷെയർ ചേർന്നു, ആ അറവിൽ സംഗമിച്ചു എങ്കിൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം ഒരു മുഴുവൻ പോത്തിനെ വാങ്ങി അയാൾ അറുത്ത് അയാൾ മറ്റുള്ളവർക്ക് കൊടുത്ത ഇറച്ചി വിതരണം ചെയ്ത പ്രതിഫലം അല്ലാഹു കൊടുക്കും. 7 വർഷം തുടർച്ചയായി അറുക്കണം അങ്ങനെയൊന്നുമില്ല. ഒരു കിതാബിലും ആരും പറഞ്ഞിട്ടില്ല. അതൊക്കെ വെറുതെ ആരെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്നതാ. അപ്പോ ഇതാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട മസ്അല. ഷെയർ ചേരുക 7 പേര്. ചില സ്ഥലങ്ങളിൽ 10 പേരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ട് ഒരു പോത്തിനെ അങ്ങോട്ട് അറുക്കും. അങ്ങനെ പറ്റൂല. ചില പള്ളികളിൽ ഒരു 20 പോത്ത് വാങ്ങും, എന്നിട്ട് 7 പേർക്ക് വെച്ച് അത് വീതിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എങ്ങനെ? 7 പേര് വിളിച്ചിട്ട് നിങ്ങളുടെ പോത്ത് 1-ാം നമ്പർ അവിടെ ഉണ്ട് കേട്ടോ, അടുത്ത 7 പേരുടെ പേര് വിളിച്ചിട്ട് നിങ്ങളുടെ 2-ാം നമ്പർ പോത്ത് അത് അവിടെയാണ്. അങ്ങനെ 7 പേർക്ക് ഓരോ പോത്തിന് വീതിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നേർച്ചയാക്കിയ ഉദഹിയത്താണെങ്കിൽ കഴിക്കാമോ? നേർച്ചയാക്കിയ ഉദഹിയത്താണെങ്കിൽ അതിൽ നിന്നും കഴിക്കാൻ പാടില്ല. അത് ഫക്കീർ മിസ്കിന്മാർക്ക്, പാവപ്പെട്ടവർക്ക് കൊടുക്കലാണ് വേണ്ടത്. പിന്നെ അമുസ്ലിമീങ്ങൾക്ക് നൽകാൻ പറ്റുമോ എന്നാണ് ഭൂരിഭാഗം ആളുകൾക്കും സംശയം. ഇപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്നത് എല്ലാ മതക്കാരുമുള്ള, എല്ലാവരുമുള്ള, ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലങ്ങൾ, ചില കോളനികളും അതുപോലെ നമ്മുടെ ഗ്രാമം, നമ്മുടെ പഞ്ചായത്തൊക്കെ എല്ലാവരും ഉണ്ടാകും. അപ്പോൾ നമുക്ക് അറുക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറയട്ടെ, ഉദഹിയത്ത് എന്ന് പറഞ്ഞാൽ മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹ്ഫയിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത് മഹാനവറുകൾ? അമുസ്ലിമീങ്ങൾക്ക്, മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് ഉദഹിയത്ത് മൃഗം കൊടുക്കരുതെന്ന്, കൊടുക്കാൻ പാടില്ല. അതെന്താ? നമ്മുടെ ഒരു ഇബാദത്താണ്. അവരവരുടേതായ ആരാധന നിർവഹിക്കാറുണ്ട്. അവരുടേതായ ആരാധന നിർവഹിക്കുന്ന സമയത്ത് നമ്മുടെ ആചാരം അവർ എടുക്കാറില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ശബരിമലക്ക് പോവാൻ മാലയിട്ടിരിക്കുന്ന ഒരു സ്വാമി, ആ സ്വാമി നമ്മുടെ വീട്ടിൽ തൊട്ടടുത്ത അയൽവാസിയായ നമ്മുടെ വീട്ടിൽ നമ്മുടെ മകളുടെ കല്യാണത്തിന് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ബിരിയാണി കഴിക്കൂല. അവൻ പറയും ഞാൻ മാലയിട്ടിരിക്കുകയാ. നമ്മളും അവനെ നിർബന്ധിക്കൂല. കാരണം അത് അവന്റെ ആചാരമാണ്, അവന്റെ അനുഷ്ഠാനമാണ്, അവൻ കഴിക്കാം, അത് അവന്റെ മതം പറയും. എന്നതുപോലെ നമ്മുടെ മതത്തിൽപ്പെട്ട ഒരു നിയമമാണ് എന്ത്? ഉദഹിയത്ത്. അത് നമുക്കാണുള്ളത്. ഉദഹിയത്ത് മാംസം അത് നമുക്കാണ്, അത് മുസ്ലിമീങ്ങൾക്കാണ് വിതരണം ചെയ്യേണ്ടത്. അതിനെ ആ ഒരു നിലക്ക് കണ്ടാൽ മതി. അല്ലാതെ വർഗീയമായിട്ട് കൊടുക്കാൻ പാടില്ല, ഇതെന്തിട്ട് നിയമം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ ഒരു വർഗീയത കാണിക്കണ്ട. ഇനി അവർക്ക് എന്തെങ്കിലും കൊടുക്കണം,
കുറച്ച് ഇറച്ചി വാങ്ങിച്ചവർക്ക് കൊടുക്കാം, തീർന്നില്ല പ്രശ്നം. പിന്നെ ചില ഇമാമുമാര് പറയുന്നുണ്ട് എന്ത്, ആ ഭക്ഷണം ഉദ്ഹിയ്യത്തിന്റെ ഇറച്ചി മാംസം അത് വേവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെന്താ ഒരു കറിയായി മാറി, പിന്നെ ഒരു ഭക്ഷണമായി മാറി. ചില ഇമാമിങ്ങളുടെ വീക്ഷണമാണ്, ഭക്ഷണമായി മാറി, അതുകൊണ്ട് ആ ഇറച്ചി വേവിച്ചു കഴിഞ്ഞാൽ കൊടുക്കാം എന്ന് ചില ഇമാമുമാരുടെ ചില ഇജ്തിഹാദ് ഉണ്ട്. എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അനുസരിച്ച് അത് കൊടുക്കാതിരിക്കലാണ് വേണ്ടത്. അടുത്ത സംശയം, ഉദ്ഹിയ്യത്തിന്റെ നിയ്യത്ത് എന്താണ് ഉസ്താദെ? നിയ്യത്ത് എങ്ങനെയാണ് വെക്കേണ്ടത്? നിയ്യത്ത് വെക്കേണ്ടത് ഒന്നുകിൽ നമ്മൾ ഈ മൃഗത്തെ വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ മൃഗത്തിന് ഷെയർ ചേരൂലേ, ആ പൈസ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നിയ്യത്ത് വെക്കുക. അല്ലെങ്കിൽ മൃഗത്തെ നിർണയിക്കുന്ന സമയത്ത് 1-ാം നമ്പർ പോത്ത് അത് ഇന്ന ആളുകളുടെ ആണെന്ന് നിർണയിക്കൂലേ, ആ സമയത്ത് നമ്മൾ നിയ്യത്ത് വെക്കുക. അല്ലെങ്കിൽ അറുക്കുന്നതിന് മുമ്പെങ്കിലും നമ്മൾ നിയ്യത്ത് വെച്ചിരിക്കണം. അറുക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് നിയ്യത്ത് വെക്കാം, അറുത്ത് കഴിഞ്ഞിട്ടല്ല നിയ്യത്ത് വെക്കാൻ. നിയ്യത്തിന്റെ കാര്യം പലപ്പോഴും പല ആളുകളും മറന്നുപോകും, അതുണ്ടാവാൻ പാടില്ല. എന്താ നിയ്യത്ത്? നവൈതു സുന്നത്തൽ ഉദ്ഹിയ്യ, എന്റെ സുന്നത്തായ ഉദ്ഹിയ്യത്തിനെ ഞാൻ നിർവഹിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ എന്റെ സുന്നത്തായ ഉദ്ഹിയ്യത്തിനെ ഞാൻ അറുക്കുന്നു എന്നാണ് നാവ് കൊണ്ട് പറയൽ സുന്നത്താണ്, മനസ്സിൽ കരുതാൻ നിർബന്ധമാണ്, നിയ്യത്ത് അതാണ്. പിന്നെ അവിടെ ചേർന്ന് വരുന്നുണ്ട് സംശയം, ഞങ്ങൾ ഷെയർ ചേർന്നു 7 പേര് ഉണ്ട്, അപ്പോ ഞങ്ങളിൽ ആരാണ് അറുക്കേണ്ടത്? ആ 7 പേരിൽ ഏറ്റവും കൂടുതൽ മതബോധമുള്ളവനാണ് അറുക്കേണ്ടത്, അതോടൊപ്പം ആരോഗ്യമുള്ളവനുമാവണം അറുക്കേണ്ടത്. ആ അറുക്കുന്ന സമയത്ത് ആ 7 പേർക്ക് വേണ്ടി ഒരാൾ അറുക്കുകയാണെങ്കിൽ ആ അറുക്കുന്ന ആള് മനസ്സിൽ കരുതണം, ഇതെന്റെ സുന്നത്തായ ഉദ്ഹിയ്യത്താണ്, അതോടൊപ്പം തന്നെ എന്റെ കൂടെ ഷെയർ ചേർന്നിട്ടുള്ള ബാക്കി 6 പേരുടെയും സുന്നത്തായ ഉദ്ഹിയ്യത്താണ് എന്ന് നിയ്യത്ത് വെച്ചിട്ട് വേണം അവൻ അറുക്കാൻ. അതോടൊപ്പം തന്നെ അവിടെ ആരെല്ലാം ഉണ്ടോ, ചിലപ്പോൾ ആ ഷെയർ ചേർന്ന 7 പേരും ഉണ്ടാകാം, ചിലപ്പോൾ 7 പേരുണ്ടാവില്ല, ഒരാൾ ഗൾഫിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ വീട്ടിലായിരിക്കും, വരാൻ പറ്റില്ല ആ സമയത്ത്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ തന്നെ നിയ്യത്ത് വെച്ചിരിക്കുക, അല്ലാഹുവേ എൻ്റെ സുന്നത്തായ ഉദ്ഹിയ്യത്തിന് അറുക്കാൻ ഞാനിതാ കരുതിയിരിക്കുന്നു എന്ന് നമ്മൾ നിയ്യത്ത് വെക്കുക. പിന്നെ അറുക്കുന്ന ആള് എൻ്റെ സുന്നത്തായ ഉദ്ഹിയ്യത്ത്, അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ളവരുടെയും സുന്നത്തായ ഉദ്ഹിയ്യത്ത് എന്ന് ആ സമയത്ത് അയാൾ മൊത്തം എല്ലാവർക്കും വേണ്ടി മനസ്സിൽ നിയ്യത്ത് കരുതണം, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഷെയർ ചേർന്ന ആളുകൾ ആ അറുക്കുന്ന സമയത്ത് എല്ലാവരും അവിടെ ഉണ്ടാവണോ? അത് നിർബന്ധമാണോ? നിർബന്ധമില്ല. ഷെയർ ചേർന്ന എല്ലാവരും അവിടെ ഉണ്ടാവൽ നിർബന്ധമില്ല. പിന്നെ ഉണ്ടാവൽ നല്ലതാണ്. ഇനി ഇല്ല, ചില ആൾ ഞാൻ പറഞ്ഞല്ലോ ഗൾഫിലൊക്കെ ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല, അവിടെ ഉണ്ടാവൽ നല്ലതാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നിയ്യത്തിന്റെ കാര്യം നമ്മൾ മറന്നു പോവാൻ പാടില്ല. പിന്നെ അറുക്കുന്ന ആളുകൾ നഖം, മുടി എന്നിവ എന്ന് മുതലാണ് വെട്ടാൻ പാടില്ലാത്തത്? ദുൽഹിജ്ജ 1 മുതൽ ഈ എന്നാണോ അറുക്കുന്നത് ആ ഒരു സമയം വരെ അറുക്കുന്ന അല്ലെങ്കിൽ ഷെയർ ചേർന്ന ആളുകൾ അവരുടെ നഖം, മുടി, രോമമൊന്നും നീക്കം ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഉദ്ഹിയ്യത്ത് മുഖേന നമുക്ക് കിട്ടേണ്ട ബറക്കത്തും പാപമോചനങ്ങളും എല്ലാം നമ്മുടെ ശരീരത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും അത് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കാര്യം നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്നത്. ഉദ്ഹിയ്യത്തിന്റെ മാംസം വിൽക്കാൻ പറ്റുമോ? മറ്റൊരു സംശയം. ഒരിക്കലും വിൽക്കാൻ പാടില്ല. ഉദ്ഹിയ്യത്തിന്റെ മാംസവും അതിന്റെ തോല്, എല്ല്, കൊമ്പ്, പല്ല് ഒന്നും വിൽക്കാൻ പാടില്ല. അറവുകാർക്ക് അറുത്തതിന്റെ കൂലിയായിട്ടും നമ്മൾ തോല് കൊടുക്കാൻ പാടില്ല. 5000 രൂപയാണ് അറുക്കുന്നതിന് കൂലിയായി പറഞ്ഞ 5000 രൂപ, നമ്മൾ എന്ത് ചെയ്തു? 4000 രൂപ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു 1000 രൂപക്ക് ഈ തോല് എല്ലൊക്കെ നിങ്ങൾ എടുത്തോ, അത് 1000 രൂപക്ക് ഉണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. അത് അർഹരായ ആളുകൾക്ക് സ്വതക്കയായി കൊടുക്കലാണ് വേണ്ടത്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ആ അറവുകാർക്ക് തന്നെ കൊടുക്കലാണ്, അവർ തന്നെ അത് എടുത്തോണ്ട് പോകലാണ്. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, അല്ലാതെ അത് വിൽക്കാൻ പാടില്ല. പിന്നെ ഇവിടെ മറ്റൊരു പ്രസക്തമായ ചോദ്യമുണ്ട്, ഉസ്താദെ ഈ അക്കീക്ക ഉദ്ഹിയ്യത്തിന്റെ കൂടെ അറുക്കാമോ? ഇൻഷാ അല്ലാഹ് അത് വിശദമായി നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ പറയാം. അക്കീക്ക എപ്പോഴാണ് അറുക്കേണ്ടത്, അക്കീക്ക എങ്ങനെയാണ്, അക്കീക്കയും ഉദ്ഹിയ്യത്തും ഒന്നിച്ചറുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് അടുത്തൊരു വീഡിയോയിൽ പറയാം. പിന്നെ രാത്രിയാണോ അറുക്കൽ നല്ലത്, പകലാണോ? പകലാണ് ഏറ്റവും നല്ലത്. രാത്രി അറുത്താലും ശരിയാകുന്നതാണ്, എന്നാൽ ഏറ്റവും നല്ലത് എന്താണ്? പകൽ തന്നെ അറുക്കലാണ്. ഉദ്ഹിയ്യത്തിന്റെ മാംസം എവിടെയാണ് കൊടുക്കേണ്ടത്? സുന്നത്തായ ഉദ്ഹിയ്യത്തിന്റെ മാംസം അത് ഏത് നാട്ടിലാണോ അറുത്തത് ആ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കലാണ് വേണ്ടത്. ഇനി പാവപ്പെട്ട ആളുകൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് വീണ്ടും ബാക്കി ഉണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ആ നാടുകളിലേക്ക് കൊടുക്കാൻ പറ്റും, കുഴപ്പമില്ല. ഇനി നേർച്ചയാക്കിയ ഉദ്ഹിയ്യത്താണെങ്കിൽ അത് ആ നാട്ടിൽ തന്നെയുള്ള പാവപ്പെട്ടവർക്ക് കൊടുത്തു തീർക്കേണ്ടതാണ്. പിന്നെ ഉദ്ഹിയ്യത്ത് മൃഗം അതിനെ നേരത്തെ വാങ്ങി വെക്കൽ, നേരത്തെ അതിനെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തൽ, അതിന് പുല്ലും വെള്ളമൊക്കെ കൊടുക്കണം, അങ്ങനെ നിർബന്ധമുണ്ടോ? അതോ നമ്മൾ അറുക്കുന്ന സമയത്ത് തന്നെ അതിനെ നമ്മുടെ അടുക്കൽ കൊണ്ടുവന്നാൽ മതിയോ? അതെങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അറുക്കുന്നതിന് 1, 2, 3 ദിവസമൊക്കെ മുമ്പ്
തന്നെ നമ്മുടെ വീടുകളിലൊക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ പറമ്പിൽ കൊണ്ടുവന്ന് കെട്ടി നമ്മൾ തന്നെ അതിന് വെള്ളവും പുല്ലൊക്കെ കൊടുക്കൽ പ്രത്യേകം നല്ലതാണ്. പിന്നെ ഉദഹിയത്ത് മൃഗത്തിന്റെ പാല് കുടിക്കാമോ? എരുമ, പശു, ആട്, ഒട്ടകം ഇതൊക്കെയാണ് ഉദഹിയത്ത് മൃഗങ്ങൾ. ഇവരുടെയൊക്കെ പാല് ഉണ്ടെങ്കിൽ അത് കുടിക്കൽ കറാഹത്താണ്. സ്ത്രീകൾക്ക് അറുക്കാമോ? സ്ത്രീകൾ, വൃദ്ധരായ ആളുകൾ, കാഴ്ച കുറഞ്ഞ ആളുകൾ, ആരോഗ്യം കുറഞ്ഞ ആളുകൾ, അവർക്കൊക്കെ ഈ ഉദഹിയത്ത് ഏൽപ്പിക്കാതിരിക്കലാണ് നല്ലത്. ഏറ്റവും നല്ലത് ആരോഗ്യമുള്ള പുരുഷൻ ഉദഹിയത്ത് അറുക്കലാണ്. പുരുഷന്മാരാരുമില്ല എങ്കിൽ സ്ത്രീകൾക്ക് അറുക്കാം, കുഴപ്പമൊന്നുമില്ല. അറുക്കുന്ന സമയത്ത് എന്തെങ്കിലും സുന്നത്തുകൾ ഉണ്ടോ ഉസ്താദെ? ഉണ്ട്. 1 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയണം. 2 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയണം. 3 തക്ബീർ പറയണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അങ്ങനെ തക്ബീർ പറയണം. ഉദ്ഹിയത്ത് മൃഗത്തെ എപ്പോൾ കണ്ടാലും അപ്പോഴൊക്കെ തക്ബീർ പറയണം. പിന്നെയോ കത്തിക്ക് നല്ല മൂർച്ചയുണ്ടാവണം. ഒരു കത്തി കൊണ്ട് ഒരു മൃഗത്തെ അറുത്ത് ആ കത്തി കഴുകി വീണ്ടും മൂർച്ച വെച്ചിട്ട് വേണം അടുത്ത മൃഗത്തെ അറുക്കാൻ. പിന്നെ മറ്റു മൃഗങ്ങളുടെ അല്ലെങ്കിൽ അറുക്കപ്പെടുന്ന മൃഗത്തിന്റെ മുന്നിൽ വെച്ച് ഒരിക്കലും കത്തിക്ക് മൂർച്ച ഉണ്ടാവരുത്. പിന്നെ കിടത്തുന്ന സ്ഥലത്ത് കല്ല്, മുള്ള്, മരക്കുറ്റി അതൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ നല്ലതുപോലെ വെള്ളവും ഭക്ഷണവും ഒക്കെ അതിന് അറുക്കുന്നതിന് മുമ്പ് കൊടുക്കേണ്ടതുണ്ട്. ആളുകൾ കാണുന്ന സ്ഥലത്ത്, പൊതുവായ സ്ഥലത്ത്, തുറസായ സ്ഥലത്ത്, എല്ലാവരും കാണുന്ന ആ സ്ഥലത്തൊക്കെ അറുക്കൽ നല്ലതല്ല. അതുപോലെ മറ്റൊരു സംശയമാണ് ഉസ്താദെ, ഈ അറുക്കുന്ന ആള് അങ്ങനെ നിസ്കരിക്കാറൊന്നുമില്ല. അയാൾ അറുത്തത് കഴിക്കാമോ? കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. നിസ്കരിക്കാത്തത് അയാളും പടച്ചോനും നമ്മൾ നോക്കിക്കോളും. അറുക്കുന്നത് മുസ്ലിം ആവണം, അതാണ് നിബന്ധന. അപ്പോൾ അറുക്കുന്ന ആൾ മുസ്ലിം ആവണം. അയാൾ അറുത്തത് നമുക്ക് കഴിക്കാൻ പറ്റും, കുഴപ്പമില്ല. പിന്നെ മൃഗത്തെ എങ്ങനെയാണ് കിടത്തേണ്ടത്? അറുക്കുന്ന സമയത്ത് കിബിലക്ക് നേരെ തിരിച്ച് ഇടത് ഭാഗത്തേക്ക് മറിച്ചിട്ടാണ് അറുക്കേണ്ടത്. അതായത് വലത് കൈ കൊണ്ട് അറുക്കാനും ഇടത് കൈ കൊണ്ട് കഴുത്തിന്റെ ഭാഗം പിടിക്കാനും പറ്റുന്ന രൂപം. ഇതൊരു പോത്തായി സങ്കല്പിച്ചാൽ ഇത് പോത്തിന്റെ തലഭാഗം, ഇത് കാൽഭാഗം. നമ്മൾ ഇടത് ഭാഗത്തേക്ക് ചരിക്കുക, അങ്ങനെ കിടത്തുക. അതായത് തല അങ്ങോട്ട് കിടക്കുന്നു, കാലിവിടെ ഇങ്ങോട്ട്. എന്നിട്ട് അറുക്കുന്ന ആളുടെ ഇടത് കൈ കൊണ്ട് കഴുത്തിൽ പിടിക്കുക, വലത് കൈ കൊണ്ട് അറുക്കാൻ പറ്റുക. ആ രൂപത്തിലായിരിക്കണം എന്താ വേണ്ടത്? നമ്മൾ അറുക്കൽ ഏറ്റവും ശക്തിമത്തായ സുന്നത്തായ രൂപമാണ്. ഇനി ചിലപ്പോൾ മൃഗം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുന്നു അല്ലെങ്കിൽ ഓടുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതായാലും അറുക്കുന്ന ആൾ കിബിലയുടെ ഭാഗത്തേക്ക് ആവണം. എന്നിട്ട് നമ്മൾ അറുക്കുക. മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഉദ്ഹിയത്ത് അറുക്കാമോ? മറ്റൊരു സംശയം. മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഉദ്ഹിയത്ത് അറുക്കാം, അവർ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം. വാപ്പ മരിക്കുമ്പോൾ പറഞ്ഞു, മോനെ അടുത്ത വർഷം ഉദ്ഹിയത്ത് അറുക്കുമ്പോൾ വാപ്പാക്ക് വേണ്ടി ഒരു ഷെയർ ചേർന്നേക്കടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പാക്ക് വേണ്ടി അറുക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് ആളുകൾ സാധാരണയായി ചോദിക്കുന്ന സംശയങ്ങൾ, അതിൻ്റെ ഉത്തരം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത അക്കീക്കയുമായി ബന്ധപ്പെട്ട് പറയുന്ന വീഡിയോയിൽ അതിൻ്റെ ഉത്തരം കഴിയുന്നത് പോലെ പറയാം. അല്ലാഹു തആല ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നല്ലതുപോലെ അമൽ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും, ലോക മുസ്ലിമീങ്ങൾക്കും എല്ലാവിധ ഖൈറും സമാധാനവും റാഹത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന മുഴുവൻ ഹാജിമാർക്കും ഹജ്ജുമ്മമാർക്കും അല്ലാഹു തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള മഹാഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.